അല്ലടോ, ആ മോളിക്കാർ എഴുന്നേറ്റില്ലേ? ഒത്തിരി നേരം ആയല്ല. താനൊന്ന് പോയി നോക്കിക്കാണ്. ഇല്ല ഏട്ടാ, ഇന്നലെ വെച്ച് പറഞ്ഞായിരുന്നു ക്ഷീണമൊക്കെ മാറിയിട്ട് പയ്യെ എഴുന്നേറ്റ് വന്നാൽ മതി, നേരത്തെ ഒന്ന് എണീറ്റ് വരണ്ടാന്ന്. എന്തായാലും നമ്മൾ കിടക്കട്ടെ, കുറച്ചും കൂടെ നേരം നോക്കാം, കണ്ടില്ലെങ്കിൽ ഞാൻ പോയി നോക്കാം. അല്ല, വിച്ചു ഓഫീസിൽ പോണെന്ന് പറഞ്ഞിട്ട് പോയില്ലേ ഇതുവരെ? വിച്ചുമോൻ രാവിലെ പോയിട്ട് കുറച്ച് നേരത്തെ വന്നതേ ഉള്ളൂ. എന്തോ 2-3 ഫയലാണ്ട് എടുക്കാനേ ഉള്ളായിരുന്നു. അതെടുത്തിട്ട് ഇനി വന്ന് ആ മോളൊന്നുള്ളതിന് മുമ്പ് വന്നില്ലെങ്കിൽ ഞാൻ അതിനൊരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യണമെന്നും പറഞ്ഞ അവൻ വേഗം പോയിട്ട് വന്നത്. ഇപ്പൊ റൂമിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും ഭാര്യമാരെ ഒന്ന് ഭർത്താക്കന്മാരെ വിളിച്ചുണർത്തൊക്കെ, ഇവിടെ നേരെ തിരിച്ചാ. അവൻ എന്റെ മോൻ ചെന്ന് വേണം നിങ്ങളെ മോളെ വിളിച്ചുണർത്താൻ. എന്റെ കൊച്ചിനൊരു വീതി, മോളെ കുഞ്ഞാഴ്ചന്റെ കൂടെ. ഇനി എന്റെ മോളെ കുഞ്ഞാരിച്ചേനെ പറ. എന്റെ മോളെ കുഞ്ഞാരിച്ചേനെന്ത്? അതിന് വേണ്ടിട്ട് നല്ലൊരു മരുമോനെ അല്ല മോനെ എന്നെ കൊണ്ട് തന്നില്ലേ? നമ്മളെ സ്വന്തം മോനെക്കാട്ടി ഇഷ്ടമല്ലേ നമുക്ക് രണ്ടുപേർക്കും അവനെ. എന്നിട്ടാണ് ഈ പറയുന്ന കേട്ടാ എനിക്ക് മാത്രമേ ആ കാര്യത്തിൽ ബന്ധമുള്ളൂ, നീയും അവളുമായിട്ടൊരു ബന്ധമില്ലാത്തതാണ് കാണല്ല. രണ്ടുപേരും എനിക്ക് ഷെയർ ഇട്ടിട്ടുണ്ട് കേട്ടാ, അത് മറക്കണ്ട നീ. ഈ ഷെയർ എന്തെന്ന് അറിയാൻ വേണ്ടിട്ടിരിക്കും. നിങ്ങളെ മോളാണെങ്കിൽ പറയണ്ട, കേട്ടോണ്ടേ ഒരുപാട് എന്തിരമ്മ ചോദിച്ചോണ്ട്. പിന്നല്ലാതെ രണ്ടുപേരും ഒരുപോലെ എനർജി വേസ്റ്റ് ആക്കിയിട്ട് അവസാനം എന്റെ തലയിൽ മാത്രം കൊണ്ടിട്ട എനിക്ക് മാത്രമായിട്ട് ക്രെഡിറ്റ് ഒന്നും വേണ്ട. നമ്മൾ രണ്ടുപേരും, അതാണ് കറക്റ്റ്. ആയിക്കോട്ടെ, നമ്മളെ മോള് വിച്ച് വരുന്നു. അല്ല, എന്താണ് അച്ഛനും അമ്മയും കൂടെ രാവിലെ ഒരു കുശലം പറച്ചില്? ഒന്നുമില്ലടാ മോനെ, ഞാൻ നിന്റെ അവസ്ഥ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഇവിടെ അച്ഛൻ്റെ അടുത്ത്. അതിന് വിച്ചു എന്തൊരു അവസ്ഥ? എന്തു ചോദിച്ചു? നീ ഹാപ്പി അല്ലേ? നിനക്ക് തന്നെ വിഷമമുണ്ടോ? എനിക്കെന്താ അവസ്ഥ? എനിക്കൊരു വിഷമവുമില്ല, ഞാൻ ഹാപ്പി തന്നെ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എന്താന്നമ്മ എന്തോന്ന് ഉദ്ദേശിച്ച? അതൊന്നുമില്ലട മോനെ, നിന്റെ അമ്മ പറയായിരുന്നേ എല്ലാ വീടുകളിലും ഭാര്യമാര് ചെന്ന് ഭർത്താക്കന്മാരെ വിളിച്ചുണർത്തുകയാണ് ചെയ്യുന്നത്, ഇവിടെ നേരെ തിരിച്ചാണ്, ഞാൻ പൊഞ്ചിച്ചതിനുള്ള കുഴപ്പമാണെന്ന്. അതാണ് ഇവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്റെ ഭർത്താവല്ലാതെ നാട്ടുകാരെ ഭർത്താവ് എന്നോടൊത്തു. ഇതൊന്നും അല്ല അച്ഛാ. അമ്മയ്ക്ക് അസൂയ. വിച്ചു വന്ന് എന്നെ ഉണർത്തുന്ന അച്ഛൻ എന്റെ അമ്മയിൽ ഉണർത്താത്തതിനോട് അസൂയ. അസൂയക്കും കുശുമ്പിനും കഷണ്ടിക്കും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് അച്ഛനെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാ. അമ്മയായാലും ശരി, ആരായാലും അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. കഷണ്ടിക്ക് നമുക്ക് വിത്ത് വെച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. എന്ത് ചെയ്യാം, ചിലർക്ക് ഹീൽസ് ഇട്ടിട്ട് പോലും പൊക്കയില്ല, അതിനും കൂടെ മരുന്ന് കണ്ടുപിടിക്കാനുള്ളായിരുന്നു. എന്ത് ചെയ്യാം, ലോകം വളർന്നു, ടെക്നോളജി വളർന്നു, പക്ഷെ ഇതിന് മാത്രം ഒരു മാറ്റം വന്നില്ല. പോട്ടടി മോളെ, നിനക്ക് ഈ പൊക്കം മതി. പിന്നെ എന്റെ ഈ പൊക്കത്തിനേതാനും മെൻഷൻ ചെയ്ത സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. എന്റെ ഈ പൊക്കം വെച്ചാണ് ഞാൻ ചാമിങ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിനെ എന്റെ കുപ്പിക്കകത്താക്കി ഇപ്പോൾ എന്റേതാക്കി സ്വന്തമാക്കിയിരിക്കുന്നു. മറക്കണ്ട നീ. പക്ഷേ നീ നട്ടപോലെ നിന്നിട്ടും എന്റെ തെറ്റിനുവരെ നിനക്കൊരു പെണ്ണ് കിട്ടാതെ സമ്മതിച്ചു. എടി മോളെ, ഞാൻ വിചാരിച്ചാലേ പലതും നടക്കും, ഞാൻ വിചാരിക്കാത്തോണ്ടാ. അയ്യോടാ മോനെ, നീ വിചാരിക്കാതിരിക്കുന്നതിന് നല്ലത്. അച്ഛനും അമ്മയ്ക്ക് അത്രയും സമാധാനം. അവന്റെ ഒരു വിചാരം. ഓളെ ചേട്ടാ പിള്ളേരെ അടിയും വഴക്കൊക്കെ നിർത്തിയിട്ട് വന്നിട്ട് എല്ലാം കഴിക്കാൻ നോക്ക്. ഒന്ന് കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയിരിക്കാൻ നോക്ക്. നിങ്ങളൊന്നും ഇന്ന് ജോലിക്ക് പോണില്ലല്ലോ.
മര്യാദയ്ക്ക് എവിടെയെങ്കിലും അടങ്ങിയിരുന്നോണം. എനിക്ക് ചെവി കേൾക്കണം, പറഞ്ഞിടന്ന് വേണ്ട. ഇവിടെ കിടന്ന് 3-4 കൂടെ കിടന്ന് അടി ഉണ്ടാക്കുമെങ്കിൽ 4 ചവിട്ടി പുറത്താക്കി കഥമടയ്ക്കും, പറഞ്ഞിടന്ന് വേണ്ട. എന്റെ സ്വഭാവം അറിയാല്ല. ആ മോനെ അച്ഛ, അമ്മയായിട്ട് വഴക്കായ? അതെ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഇന്നത്തെ ഒരു അച്ഛനെ കൂട്ടിയിട്ടുണ്ട്. ലക്കി മാൻ. സോ ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്ത് നിന്ന് ക്രിക്കറ്റ് കളിക്കാം. എന്ത് പറയുന്നു? വാടി, ഞാൻ ചെയ്ത് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കില്ല. കൊച്ചെ, നിനക്ക് രാവിലെ എഴുന്നേറ്റ് വെച്ചിട്ട് ഉണർത്തിക്കൂടെ? എല്ലാ സമയം തന്നെ വന്ന് ഉണർത്തണോ? ഇത് നീ കഴിഞ്ഞിപ്പോ നീയൊക്കെ മഴ കൂടാതിരുന്നാ മതി, പുറത്താക്കൂല. പുറത്താക്കിയ ക്രിക്കറ്റിന് ചേരണം, ഞാനും ഉണ്ട്. അതെ, അച്ഛനും മോളും കൂടെ നിന്നോട്ടാ, എനിക്ക് വിശേഷപ്പെടാം, ഞാൻ പോകുന്നു. എടാ അഭി, നീ വരണമെങ്കിൽ വാ. ഓ, ഞാനും ഉണ്ടളിയാ. ഇന്നലെ ആ കടയിൽ നിന്ന് കഴിച്ച് എന്നിട്ടാന്ന് വയറങ്ങാട്ട് വീത്തില്ല. അച്ഛാ വാ, വാടി ഞാട്ട്. മോനെ വെച്ചു, അമ്മ ഇതുവരെ എണീറ്റില്ല. പോയി നോക്കണോ? വേണ്ടമ്മ, കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വന്നോളൂ. അതല്ല മോനെ, എന്തൊക്കെ വിഷമങ്ങളുള്ളതാണെന്ന് തോന്നി ആ കൊച്ചിനെ മോൻ കണ്ടിട്ട്. ഇനി എന്തെങ്കിലും, എനിക്കാണെങ്കിൽ ഇന്നലെ ഇത് ആലോചിച്ചിട്ട് ഉറക്കവും വന്നില്ല, ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അഭി വന്നെന്നറിഞ്ഞപ്പോൾ ശേഷം ഞാൻ ഒന്ന് പോയി നോക്കിയായിരുന്നു. അപ്പോൾ കഥവ് ചാരിയിട്ടേ ഉള്ളായിരുന്നു. നോക്കിയപ്പോൾ കിടക്കിയിരുന്നു. എന്നാലും മനുഷ്യനല്ലേ, എന്തരാ ഏത് സമയത്താ തോന്നുന്നതെന്ന് ആർക്കറിയാൻ പറ്റും. ആ, അതോർത്തമ്മ പേടിക്കണ്ട. അവൾ അങ്ങനെ ചെയ്യാൻ മാത്രം വിട്ടിയും ഭീരുവല്ല. അത് ഇന്നലത്തെ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായി. അവളൊരു സ്ട്രോങ് ഗേളാണമ്മ. അവളെ കുഞ്ഞിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി, കുഞ്ഞിന് വേണ്ടി അവളെ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നത്. അല്ലാതെ ആ ജീവിതം അങ്ങ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല. എങ്കിൽ അവൾക്ക് എൻ്റെ കൂടെ വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ആ കൊച്ചിന്. എൻ്റെ കൂടെ വന്നത് എന്നെ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടാൻ. സോ അമ്മ അതോർത്ത് പേടിക്കണ്ട, അവൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വന്നോളൂ. നിനക്ക് ആ കൊച്ചിന് അത്രയും വിശ്വാസമാണെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. ഇന്നലെ അതിന്റെ മുഖം കണ്ടിട്ട് എനിക്കൊന്ന് കണ്ണു നേരെ അടയ്ക്കാൻ പറ്റിയിട്ടില്ല. വല്ലാത്തൊരു ഉൾഫയം. അതുകൊണ്ട് പിന്നെ അതാ ഞാൻ പോയി നോക്കിയത് തന്നെ. എന്നാലും ഇപ്പൊ ഒരു ആശ്വാസമായി. അല്ല അച്ഛൻ, ഇത്രയും ദൂരം വന്നിട്ട് ആ കൊച്ചൊന്നും പറഞ്ഞില്ലേ? എന്താ സംഭവിച്ചെന്നോ എന്താ കാര്യമെന്നോ ഒന്നും പറഞ്ഞില്ലേ? ഇല്ലടാ, ഞാൻ ഒന്നും ചോദിച്ചില്ല. ചോദിക്കാൻ തോന്നൂലടാ, എൻ്റെ മോൻ കണ്ട കുറേ വിഷമമുള്ള ഒരു കൂമ്പാരമാണെന്ന് തോന്നുന്നു എൻ്റെ മോൻ കണ്ട. ഈ പ്രായത്തിൽ എന്തായാലും അതിന് ഇത്രയും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എന്തിനാണെന്ന് അറിയാമെങ്കിൽ ക്യൂരിയോസിറ്റി ഉണ്ട്, പക്ഷെ ചോദിക്കാൻ വയ്യ. അച്ഛനും അമ്മയും ആദ്യം ഇന്നലെ കണ്ട ആളല്ല ഒറിജിനൽ ആ വ്യക്തി. ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടത് അതൊരു ഡമ്മി പീസ് മാത്രം. ഇന്നലെ നമ്മളെ ലവ് സ്റ്റോറി പറഞ്ഞു തുടങ്ങി അവസാനിക്കുന്നത് വരെ ഞാൻ കണ്ട് ആ കൊച്ചിൻ്റെ കണ്ണിലെ തിളക്കം, എക്സൈറ്റ്മെന്റ്. ഓ, എന്തിനായി ഈ സ്റ്റോറി, പിന്നെ എന്തിനാണ് ഇത്, എന്തിനാണ് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെ അറിയാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി. ഒരുപാട് ഒരുപാട് ഹാപ്പിയായിരുന്നു നമ്മൾ സ്റ്റോറി അത് കേട്ടോണ്ടിരുന്നപ്പോൾ. ഇങ്ങനൊരു ലൈഫ് ആഗ്രഹിച്ച വ്യക്തിയല്ല, ഇപ്പൊ നിൽക്കുന്ന ഈ ലൈഫ് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ലായിരുന്നു. ആഗ്രഹിക്കുന്ന മാത്രമല്ല, എനിക്ക് തോന്നുന്നു അർഹിക്കുന്ന ആളും അല്ലായിരുന്നു. ഷീ ഡിസേർവ് വെരി വെരി ബെറ്റർ. ബട്ട് ദൈവത്തിന്റെ കളി അങ്ങനെയാണല്ലോ. ഒറ്റ ദിവസം കൊണ്ട് എന്നെ അനാഥനാക്കാൻ പറ്റിയ ദൈവത്തിനാണ്. അത് തന്നെ. ആദ്യം ആ കൊച്ചിലൂടെ ഒന്ന് കംഫർട്ട് ആവട്ടെ, എന്നിട്ട് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ അതായിട്ട് തന്നെ പറയട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അമ്മയുടെ കണ്ണൻ എണീറ്റ. എങ്കിൽ വായോ, നമുക്ക് പോയി മുഖമൊക്കെ കഴുകി ചുണ്ടനായിട്ട് മാമീനെ, മാമാനെ, അമ്മൂമ്മയെ, അച്ചച്ചനെയൊക്കെ കാണാൻ പോവാലോ. നീ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് എല്ലാവരും സംസാരിക്കും. അമ്മയുടെ മോനെ എല്ലാവരും കൊഞ്ചിക്കും. പെട്ടെന്ന് ഇനി എൻ്റെ
സംസാരിച്ചു തുടങ്ങുമല്ലോ. ഇത്രയും നാളും മുൻപ് സംസാരിക്കുന്ന ആരും ഇല്ലാത്തന്നല്ലേ എന്റെ കുഞ്ഞ് സംസാരിക്കാത്തെ. ഇനി അമ്മക്ക് പെട്ടെന്ന് സംസാരിക്കാം കേട്ടോ. പെട്ടെന്ന് അമ്മാന്ന് വെച്ചന കേട്ടോ എന്റെ പൊന്ന്. ഏട്ടാ ആ മോളാണെന്ന് വന്ന ഉറപ്പൊക്കെ ആകുന്നുണ്ടായിരുന്നു. ശരിയാകില്ലേ? പിന്നെ ചെല്ല്, പോയി വല്ലതും കഴിക്കും. ശരിയാ ഏട്ടാ. കുറെ നാളായതിനു ശേഷം ഇന്നലെ ഞാനൊന്ന് ഉറങ്ങി, ആരെയും പേടിക്കാതെ. മോൾ കുഞ്ഞിനെ തന്നിട്ട് പോയി വല്ലതും കഴിക്കും. ഞാൻ വിളിക്കാനായിട്ട് തന്ന അപ്പം വെച്ച് പറഞ്ഞ് വേണ്ടാന്ന്. അതാ ഞാൻ പിന്നെ വരാത്ത. അമ്മമ്മയുടെ പൊന്നിഞ്ഞി വരി, അമ്മ പോയി വല്ലതും കഴിച്ചിട്ടോ വരി. അതേ, അമ്മമ്മ ഒന്ന് മാറി നിന്നാണ്, ആ സൈഡിലോട്ട് ഒതുങ്ങി നിന്നോട്ടാ. ഇന്നലെ ഞാൻ എന്റെ കുഞ്ഞിനെ എടുത്തില്ല, ഇന്ന് ഞാൻ എടുക്കും. മമ്മിയുടെ പൊന്നെ, മമ്മിയുടെ ചക്കിയല്ലേ, മമ്മിയുടെ കുപ്പുമണിയല്ലേ, മമ്മിയുടെ കണ്ണനല്ലേ. ഇനി വേട്ടാ, മാമി എടുത്ത് കൊതിയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കളിക്കാം. ഓ, ഈ മാമിക്ക് എന്ത് കഥ അറിയാവുന്ന? അല്ലെങ്കിൽ തന്നെ കുഞ്ഞിനെ എങ്ങനെ എടുക്കണമെന്നെങ്കിലും നിനക്ക് അറിയാമോ? എന്റെ ആദി വന്നിരിക്കുന്ന ആള്, നീ അങ്ങോട്ട് സൈഡിലോട്ട് നിൽക്കുക. ഇങ്ങനെയൊക്കെ അല്ലേ രമണ ഓരോന്ന് പഠിക്കുന്നേ? ഞാനും പഠിക്കട്ടെ, എനിക്ക് ഭാവിയിൽ എടുക്കാനുള്ളതല്ലേ. ഇനി മുതലാളി ഒന്ന് എടുത്താണ്, ഞാൻ ഒന്ന് കാണട്ടെ. മാമിയുടെ കുഞ്ഞിക്കണ്ണൻ ഇനി വേണം, മാമി എടുത്തോളാം. ഓ, എല്ലാരും ഡൗട്ട് ഒന്ന് തീർത്തെടുക്കും. മാന്ന ഞാൻ എടുത്തോളാം എന്റെ പൊന്നിന്. അങ്ങനെ മാമി വിട്ട പേര് കുഞ്ഞിന് ഇഷ്ടായ? നല്ല പേരില്ലേ, കണ്ണൻ? ഇല്ല, ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഏതാ കൊച്ചിനെ കണ്ടല്ലോ ഒട്ടനെ വിളിക്കും കണ്ണാന്ന്. എന്റെ പൊന്ന്, അതെല്ലായിട്ട് അതിനൊരു പേര് കണ്ട, അതിനൊരു പേര് കാണും, അത് മതി. നീ ഇവിടെ ചേട്ടൻ തന്നെ നിന്റെ അടുത്ത് ആര് ചോദിച്ചു? ഞാൻ എന്റെ കൊച്ചിനടുത്തല്ലേ ചോദിച്ച. ഓ, എനിക്കിഷ്ടമുള്ള ഞാൻ കഴിക്കും. എനിക്ക് കണ്ണൻ എന്നാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കും. വേറെ രണ്ടും കൂടെ വെച്ച് വെച്ച് ആ കൊച്ചിനെ കരയിച്ച് അതിനൊന്നും കഴിക്കാൻ സമ്മതിക്കാതിരിക്കുമ്പോഴാണ് രണ്ടിനും എന്റെ നിന്ന് കിട്ടും, കേട്ടല്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് വായി ഉടച്ചുകൊണ്ടിരുന്നു രണ്ട്. ഓ, ഞാനായിട്ട് എന്തായാലും എന്റെ കൊച്ചിനെ കരയിപ്പിക്കില്ല. അബിയുടെ പൊന്നല്ലേ. അല്ലടോ, കുഞ്ഞിന്റെ പേരെന്താ? ആ, എന്നെ പരിചയപ്പെടുത്തില്ലല്ലേ. എന്റെ പേര് അഭിഷേക് വിശ്വനാഥ്. ഞാൻ ഇവിടെ ഒരു കോൾ ടാക്സി സർവീസ് നടത്തിയതിന് ഒരു 4 വണ്ടി സ്വന്തമായിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ ഓട്ടിക്കുന്നു, ബാക്കി ഓട്ടിക്കുന്നതിന് ആളെ വെച്ചിട്ടുണ്ട്. വീട്ടിൽ എന്നെ അഭിന്ന് വിളിക്കും, തനിക്ക് എന്നെ തേറി ഒഴിച്ച് എന്ത് വേണോ വിളിക്കാം. പക്ഷെ നിന്റെ മോൻ കണ്ടാ തരം വിളിക്കാനേ തോന്നുള്ളൂ. അതിപ്പം ആരെയും തെറ്റല്ലല്ലോ. അത് വേണ്ട, അത് വേണ്ട കേട്ടാ. അത് എടുക്കാൻ പറയടോ. മഹി സ്വരാഖം. വീട്ടില് ഞാനെ കണ്ണാന്നാ വിളിക്കുന്നത്, ഞാനല്ലാതെ വേറെ ആരും അവനൊന്നും വിളിക്കാറില്ല. കേട്ടാ, എല്ലാരും ചെവി കൂർപ്പിച്ച് കേട്ടോ. കൊച്ചിന്റെ പേര് കണ്ണൻ, കേട്ടാ. ഞാൻ വിളിച്ച പല്ലേന്നാ കുഴപ്പം, ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലേ. കൊള്ളാം, മഹി നല്ല പേര് കേട്ടിട്ടുണ്ട്, മഹി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ സ്വരാക്കം ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. കൊള്ളാം. അല്ല, ആരൊക്കെതായ പേര്? എന്തായാലും ഇവൻ എനിക്കെന്റെ കുഞ്ഞൻ. ഞാനൊരു ശിവഭക്തയാണ്. അപ്പം മഹാദേവന്റെ ഇത് വെച്ച് മഹി എന്നിട്ട് അവന്റെ മുഖം കാണുമ്പോൾ എപ്പോഴും എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെ ഓർമ്മ വരണം. അതുകൊണ്ട് അവരെ പേരും കൂടെ ആ പേരിനോട് ചേർത്ത് എനിക്കാകെ വിശ്വസിക്കാൻ പറ്റുന്ന, എപ്പോഴും ഓർക്കാൻ പറ്റുന്ന 3 പേര് അവര് 3 പേര്. എന്നെ മഹാദേവനും അച്ഛനും അമ്മയും. ഇപ്പൊ അവരെല്ലാരും കൂടെ കൂടി ചേർന്ന് എന്റെ കുഞ്ഞ്. അച്ഛനമ്മ എന്ത് പറഞ്ഞാലും, ഇവനെ കുറിച്ച് ജനിക്കുന്നതിന് മുമ്പ് എന്ത് പറഞ്ഞാലും ശരി, ആദ്യം കണ്ണനെന്ന് വരുള്ളൂ. സോ അമ്മയുടെ അച്ഛൻ്റെയും കണ്ണൻ, ഇപ്പൊ എന്റെ. ഇപ്പൊ തന്റെ അല്ല, ഇപ്പൊ നമ്മുടെ. ഇത് നമ്മുടെ കുഞ്ഞിക്കണ്ണൻ അല്ലേടെ ചക്കരേ? അതാണ്, നിങ്ങളെല്ലാം കണ്ണനും എന്റെ മാത്രം കുഞ്ഞനും. എന്തായാലും തൈപ്പ ചെന്ന് വല്ലതും കഴിക്കും. ഒരു കുഞ്ഞൻ
ഈ ക്യൂട്ടായിട്ടുള്ള ബേബീനെ നോക്കിയിട്ട് നിനക്ക് എങ്ങനെയാണ് അങ്ങനെ വിളിക്കാൻ തോന്നിയ? പോട്ടിടാ പോനെ, പോട്ട്. നമുക്ക് അവനെ കല്ല് വാരി കഴിക്കാം. ഇത് മോളെടുത്ത് കഴിക്ക്. മോക്കുള്ളതേ ഉള്ളു, അമ്മക്കുള്ളതല്ല നമ്മൾ കഴിച്ച്. കുഞ്ഞിന് പാല് കൊടുക്കാനുള്ളതല്ലേ, സമയത്തും കാലത്തും വല്ലതും കഴിക്കണം, എങ്കിലേ കൊച്ചിന് വല്ലതും കൊടുക്കാൻ പറ്റൂ. അല്ല നീ ഒന്നും കഴിക്കരുന്ന അതിനൊന്നും കൊടുക്കാൻ പറ്റൂല. എല്ലാം കഴിക്കാതെ. മോളെ കുഞ്ഞിന് മരുന്നൊക്കെ കൊടുത്തായിരുന്നോ? ആ ഏട്ടാ, മരുന്ന് കൊടുത്തായിരുന്നു ഞാൻ എണീറ്റപ്പോ തന്നെ. മോള് കുഞ്ഞിനൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടാ. ചെറിയ മുറിവാണെങ്കിലും ചിലപ്പം കൊച്ചിനൊക്കെ പനിക്കും. ഇങ്ങനെയെങ്കിൽ നമുക്ക് ആശുപത്രി കൊണ്ടുപോകണം. നീ ഒന്നും മടിച്ചൊന്നും നിൽക്കണ്ട കേട്ടാ. പനിയായിട്ടാണോ പുറത്ത് ചൂടായിട്ടാണോ തോന്നണമെങ്കിൽ അപ്പം തന്നെ ഞങ്ങളടുത്ത് പറയണം. കൊച്ചുങ്ങളാണ് വെച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ പറയാം. അല്ലടി മോളെ ആദി, നീ എന്നൂല ഈ കൊച്ചിനെ എടുക്കാൻ പഠിച്ചത്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നീ കൊച്ചിനെയൊക്കെ എടുത്തു വെച്ചോണ്ടിരിക്കുന്ന. അതെന്തേലും വർത്താനം വെച്ചാ? മിക്ക പെമ്പിള്ളേര്, ചില പെമ്പിള്ളേർക്കൊക്കെ കൊച്ചുങ്ങളെ ഇങ്ങനെ എടുക്കാനൊക്കെ പേടിയായിരിക്കും, ഭയങ്കര പേടിയായിരിക്കും. ആ പെമ്പിള്ളേരൊക്കെ പ്രസവിച്ച് ഉടനെ തന്നെ ആ ഡോക്ടർ അല്ലെങ്കിൽ നഴ്സന്മാരുണ്ടെന്ന് കൊച്ചിനെ കൈ കൊടുക്കുമ്പോൾ അയ്യോ എനിക്ക് വേണ്ട പേടിയാണെന്ന് പറഞ്ഞ് മാറിയിരിക്കും. ഇല്ല, ആ കൊച്ചിനെ അപ്പൊ തന്നെ അവര് വാങ്ങും. അവരത്രയും പ്രൊട്ടക്റ്റീവ് ആയിട്ട് ആ കൊച്ചിനെ വാങ്ങി കൈ പിടിക്കൂലേ. ഇപ്പൊ എന്റെ കൊച്ചിനെ കണ്ടപ്പോ എനിക്ക് വാങ്ങി എടുക്കാൻ തോന്നി, ഞാൻ എടുത്ത്. അത്ര തന്നെ, എനിക്ക് പേടി തോന്നിയില്ല. അതിപ്പന്ത് അല്ല അത്ഭുതം. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ? നിനക്കൊരു കൊച്ചിനെ എടുക്കാനുള്ള പ്രായമൊക്കെ ആയി, കഴിവുമായി. എന്താ അച്ഛനിപ്പോ കൊച്ചുമോനെ കൊച്ചുമോളെ ആവശ്യമുണ്ടോ? വിച്ചു നീ ഇത് കേട്ടല്ല? നീയാണ് ഇതിനൊരു തീരുമാനം എടുക്കേണ്ട. എപ്പോഴും വർക്ക് എന്ന് പറഞ്ഞ് നടന്നാ പോരാ. അയ്യോടി മോളെ റോസ്, അച്ഛ അതല്ല ഉദ്ദേശിച്ചത്. അച്ഛൻ പറഞ്ഞതേ നിന്റെ കുട്ടികളിൽ നിന്ന് നിർത്താനുള്ള സമയമായി, നിനക്കൊരു കൊച്ചൊന്ന് ആ കൊച്ചിന്റെ കുട്ടികളി കാണാനുള്ള സമയമായി നമുക്കെന്നാണ് കേട്ടാ. അതുകൊണ്ട് നീ നിന്റെ കുട്ടികളി നിർത്ത്. അവളെ കൊച്ചിന്റെ കാര്യം പറയാൻ നിൽക്കുന്നു. എണീറ്റ് പോയി ആ പാൽക്കുപ്പി എടുത്ത് കഴിയേടി. അയ്യാ, ഞാനല്ല നീ അല്ലേടാ എപ്പോഴും ബനാന മിൽക്ക് എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഞാനുണ്ടാടാ നിനക്ക് 10 പിള്ളേർ തന്തേവാറായില്ലേടാ. അയ്യ, ആദ്യം നീ ആ സ്റ്റോർ റൂമിൽ നിന്ന് കട്ടെടുത്തേ ജാമ മുഖത്തുനിന്ന് മാറ്റണം, എന്നിട്ട് നീ എന്നെ കുറിച്ച് പറയട്ടാ. ബനാന മിൽക്ക് കുടിക്കുന്നത് ഞാൻ എന്റെ എനർജിക്ക് വേണ്ടിയാണ്, അറിയാമോ? ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ എത്രമാത്രം ബനാന മിൽക്ക് കുടിച്ചാലാണ് എന്റെ ശരീരത്തിൽ പ്രോട്ടീൻ കയറണേ നിനക്ക് അറിയാമോ? നിനക്കൊന്നും അറിഞ്ഞൂടാ. അവളാ അങ്ങനെ ഇരിക്കുന്നു ജാമ നിന്നുകൊണ്ട്. കൊച്ചു വേണോ അത്രേ കൊച്ചു. അറിയാ, നീ ഇപ്പോഴൊന്നും നോക്കരുത്. എനിക്ക് ഭയങ്കര തലപ്പിലാന്നിരിക്കായി. ഇവിടെ പോലെ ഒന്നിനെ കൂടെ എനിക്ക് സഹിക്കാൻ പറ്റൂല. എന്നെ ആ കൊച്ചു നിന്റെ സ്വഭാവം ആവട്ടെ എന്ന് ഞാൻ എപ്പോഴേ പ്രാർത്ഥിക്കുന്നു. നീ പോരാ അവിടെന്ന്. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അച്ഛനെ പോലെ ഇരിക്കണം, പക്ഷേ അവന് എന്റെ സ്വഭാവമായിരിക്കണം. നിന്നെ കണക്കിരുന്നാലും വേണ്ടൂല, നിന്റെ സ്വഭാവം കിട്ടാതെന്നാതിയേ. എടാ വെച്ചു, നിനക്ക് ഇതിലൊന്നും പറയല്ലേ. നീ എങ്ങനെ സഹിക്കുന്നടാ? എനിക്ക് സത്യം പറഞ്ഞ സങ്കടമുണ്ട്. നിന്നെ ഈ കുരുക്കിലോട്ട് ഞാൻ എടുത്ത് ചാടിച്ചേക്ക് വേണ്ടിയിരുന്നു. എന്റെ പൊന്നബി, നീ അവളെ കണക്കാവല്ലേ. നീ എങ്കിലും ഒന്ന് പൊടിക്കടങ്ങ്. ഒരു മരം വെച്ച് അതിന് മുട്ടിനുള്ള തളിരില പോലും വന്നില്ല. അതിനിടയ്ക്ക് ആ പൂവിന്റെ കളറും മണത്തിനെ കുറിച്ച് സംസാരിക്കല്ലേടാ നീ. എന്റെ പൊന്നച്ഛ, എങ്ങനെ സഹിച്ചു നിന്നെ രണ്ടിനെയും കൂടെ. അതിന് അച്ഛനല്ലല്ലോ. അച്ഛൻ രാവിലെ വേഗം തൂക്കി ഓഫീസിൽ പറഞ്ഞ് പോകൂലേ. ഞാനല്ലേ ഇവിടെ കിടന്ന് അനുഭവിച്ച രണ്ടിനെയും കൊണ്ട്. രണ്ടും ഒന്നിനൊന്ന് വെച്ച എത്ര കളിപ്പാട്ടുണ്ടെങ്കിലും ശരി, അവളെടുക്കണേന് അവന് വേണം, അവൻ എടുക്കണേന് ഇവക്കും വേണം. രണ്ടിനെയും കൂടെ കൊണ്ട് ഞാൻ പെട്ട പാട്. അതും പോരാഞ്ഞിട്ട് രണ്ടുപേർക്കും കഴിക്കാനായിട്ട് അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തെടുത്താലും അപ്പം വേണം രണ്ടിന്. അതിന്നൊരു ഭാഗം കിട്ടാതെ പോകൂല. തന്റെ ഈ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ നിന്റെ പെണ്ണുപിള്ള, ഞാൻ എന്തേരെങ്കിലും എത്തിപ്പോലെ വായി വെക്കാൻ വരും, ചാടി ഓടിക്കൊണ്ട് അപ്പോഴേ വരും. അമ്മ എനിക്ക് ബാത്റൂമിൽ പോണം, അല്ലെങ്കിൽ അമ്മ എനിക്ക് ഉറങ്ങണം. കഴിക്കാൻ സമ്മതിച്ചിട്ടില്ല അന്നും ഇന്നും എനിക്ക്.
സ്വൈര്യമില്ല ഈ രണ്ടിനെയും കൊണ്ട്. അപ്പൊ ഞാൻ ഇവരെ നോക്കിയിട്ടില്ലേ? നന്ദി അവനോട് നന്ദി. ഞാൻ വന്നതിന് ശേഷം നിന്നെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആ പിള്ളേരെ രണ്ടുപേരെയും നോക്കുന്ന ഞാനാണ്. ദാ ഈ രണ്ടെണ്ണത്തിന്റെ ചവിട്ടം തൊഴി എന്നെ മുടി പിടിച്ച് വലിയ എല്ലാം അനുഭവിച്ച ഒരു തന്തയാണ് ഞാൻ. എന്നിട്ട് നീ ഇപ്പൊ പറയണ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നീയാണ് നോക്കിയത്. ദാ ഈ ഇരിക്കണവനില്ലേ, ഫുട്ബോൾ കൊണ്ട് എറിഞ്ഞിട്ടുണ്ട് എന്നെ. അത്രക്കായിരുന്നു അവൻ. ഇവള് പിന്നെ പറയേ വേണ്ട, ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് കടി അടി. ഓ, തന്തേനാണെന്ന പരിഗണന പോലും തരാതെ ഇവിടെ ഈ രണ്ടെണ്ണം കൂടെ എന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം അനുഭവിച്ചിട്ട് ഇപ്പൊ അവസാനം പഴി മൊത്തം എനിക്ക്. ഞാൻ ഒന്നും ചെയ്തില്ല പോലും. എന്തായാലും ഏട്ടൻ ചുമ്മാ ഇരിക്കേണ്ടി വരില്ല. ഏട്ടന്റെ ഭാവിയുണ്ട്. ഇപ്പൊ നടന്മാര് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് അഭിനയിച്ചെങ്കിലും ജീവിക്കാം. ഒന്ന് വാടക്കി എല്ലാരും. എന്റെ കണ്ണ നോക്കിയാണ് അന്താ വിട്ട് നോക്കുന്ന എല്ലാരും. ഇവിടെ ഇത് എന്തേരെന്നും പറഞ്ഞു. അത്ഭുതം അതിന്. ഇതൊന്നും വാടക്കാറില്ലെന്നാണ് ആലോചിക്കുന്നത്. ആർക്കും ഒരു ബോധമില്ല ഒരു കോഴിപ്പോടി കൊച്ചുണ്ടെന്ന്. എനിക്ക് മാത്രം എത്തിപ്പുനവിലുണ്ട്. അല്ലേടാ കണ്ണ? ശരി തന്നെ. അത് ആലോചിക്കണ എന്തായിരുന്നാ, ഞാൻ ഒന്ന് എണീറ്റ് വട്ടടി നിന്നെ കാണിച്ചു തരാന്നാണ്. എനിക്ക് കിട്ടിയ തല്ലിനെല്ലാം ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് പ്രതികാരം തീർത്തിരിക്കും. ഇതൊരു അച്ഛന്റെ വാക്ക്. മോള് കഴിച്ചിട്ട് വന്ന. മോളെ പേടിക്കണ്ട, ഇതൊക്കെ ഇവിടെ സ്ഥിരമുള്ളത് തന്നെ. എന്താടാ, എന്ത് പറ്റി? എന്താ ഇങ്ങനെ നോക്കണ? നോക്കെന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, മോളെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. എനിക്ക് എന്നെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. മോളിങ്ങ വാ, എവിടെ ഇരിക്കും, അച്ഛൻ്റെ തിരിക്കും. ഇനി പറ. ഇന്നലെ മഴയത്തൊരു കുഞ്ഞിനെ കൊണ്ട് കല്യാണിച്ചെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ദിവസം ഒരു രാത്രി സമാധാനത്തില് ആരെയും പേടിക്കാതെ ഉറങ്ങാനുള്ളൊരു സൗകര്യം എനിക്ക് ഒരുക്കി തന്നു. എന്നിട്ടും എന്റെ പ്രശ്നങ്ങൾ എന്താണെന്നോ എന്താണ് എന്നിലൂടെ നിങ്ങൾക്ക് വന്ന് ചേരാൻ പോകുന്നതെന്നോ നിങ്ങൾ ചോദിച്ചിട്ടില്ല. ഇതിന് കേവലം എന്റെ പേരുമല്ല നിങ്ങൾ ആരും ചോദിച്ചില്ല. നിങ്ങളുടെ അടുത്ത് ഇന്ന് ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ അത് പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. അത് മാത്രല്ല, എന്റെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആക്കിയ ഒരു കടമ എനിക്കുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളുടെ അടുത്ത് പറയാനാ ഞാൻ ഇപ്പം. മോള് പറഞ്ഞ ശരിയാ, നമ്മളൊന്നും ചോദിച്ചിട്ടില്ല എന്നും പറഞ്ഞ് നമുക്ക് അറിയാനായിട്ട് ആഗ്രഹമില്ല എന്നല്ല അതിനർത്ഥം. അറിയണമെന്നുണ്ട്. മോളെ പ്രശ്നങ്ങൾ എന്താണെന്ന്, മോളെ പേരെന്താണെന്ന് എല്ലാം. പക്ഷെ നമുക്ക് വേണ്ടി മോളൊരിക്കലും മോളെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നീ നമ്മളടുത്ത് സമയമെടുത്ത് നിന്റെ കാര്യം പറഞ്ഞാൽ മതി. അത് വേറെ നിനക്കൊരു പ്രശ്നം വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. അതെ മോളെ, അച്ഛൻ പറഞ്ഞതൊക്കെ മോളെ ഫോഴ്സ് ചെയ്യണ്ട. സമയമെടുത്ത് പറഞ്ഞാൽ മതി. നിന്നെ നമ്മളിവിടെ നിന്ന് തല്ലി ഇറക്കാനൊന്നും പോകുന്നില്ല. അതിനുള്ള അവകാശം നമുക്കില്ല. കാരണം അവന്റെ പനിയത്തിയായിട്ട് നിന്നെ കൊണ്ടുവന്ന്. സമയമെടുത്ത് പറ മോള്. ഞാൻ സമയം എടുക്കുന്നതിനനുസരിച്ച് എന്റെ ഉള്ളിലെ പെയിൻ കൂടത്തേയുള്ളൂ അമ്മ. എനിക്ക് എത്രയും പെട്ടെന്ന് ആ ലൈഫിൽ നിന്ന് ഫ്രീ ആവണം. എനിക്ക് ആ ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ താല്പര്യമില്ല, ആലോചിക്കാനും താല്പര്യമില്ല. ഞാൻ സമയം എടുത്ത് പറയാൻ ആ കുറച്ച് നാളെടുത്ത് ഞാൻ എല്ലാം മറന്നിട്ട് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഞാൻ സമയം കണ്ടെത്തുമ്പോൾ വീണ്ടും എനിക്ക് ആ ഓർമ്മകൾ തിരിച്ചു കിട്ടുകയില്ലേ. എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് എൻ്റെ പഴയ ലൈഫിൽ നിന്ന്, എൻ്റെ പാസ്റ്റിൽ നിന്ന് എനിക്ക് പുറത്തു വരണം. ഐ നീഡ് എ ബെറ്റർ ഫ്യൂച്ചർ. എൻ്റെ ഫ്യൂച്ചർ എനിക്ക് വളരെ മനോഹരമാക്കണമെന്നാണ് ആഗ്രഹം. ഇന്നാണ് അതിനുള്ള സമയം. ഇനിയൊരു സമയം എടുക്കാൻ എനിക്ക് വയ്യ. ശരിയാ, മോള് പറഞ്ഞ വളരെ കറക്റ്റ്. ഇഷ്ടമല്ലാത്ത പാസ്റ്റിനെ എത്രയും പെട്ടെന്ന് നമ്മൾ അറൈസ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. മോളിപ്പോൾ കംഫർട്ടബിൾ ആണെങ്കിൽ
നമ്മൾ കേൾക്കാനായിട്ട് എപ്പോഴേ തയ്യാറാണ്. മോള് പറഞ്ഞു, നമ്മൾ നിന്റെ കൂടെ തന്നെയുണ്ട്. എടോ കുഞ്ഞുറങ്ങി, റൂമിൽ കൊണ്ട് കിടത്തണോ അതോ കൈ വെച്ചിരുന്നാക്കിയാ? വേണ്ട, സോഫയിലോട്ട് കിടത്തിയിട്ട് തലങ്ങണീനെ വെച്ച് കൊടുത്താൽ മതി. അവൻ കിടന്നു കുറച്ചു നേരം ഉറങ്ങും. രാവിലെ മരുന്നും കൂടെ കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ഒത്തിരി നേരം ഉറങ്ങും. എല്ലാവരും ഇവിടെ ഇരിക്കില്ല, അപ്പം സാരമില്ല, അവിടെ കിടത്തിയാൽ മതി. നാളെ കണ്ണ് ഉറങ്ങിക്കോട്ടോ. ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് കളിക്കാം. എന്റെ പേര് സ്വാതി രാഘവൻ. അമ്മ വലിയ കൃഷ്ണഭക്തിയാണ്. അതുകൊണ്ട് വീട്ടിലെ രാധുവിനെ വിളിക്കും. എനിക്ക് ആകെ ഉള്ളത് എനിക്ക് വേണ്ടി സ്വപ്നം കാണുന്ന, എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരച്ഛനമ്മ. അമ്മയുടെ പേര് സരസ്വതി. വലിയ തറവാട്ടുകാരിയ. തറവാട്ടിലെ ഇളയ പുത്രി. ഒരു ചേട്ടനുണ്ട്. അച്ഛനെ പ്രണയിച്ചത് അമ്മ. ഒരു സാധാരണക്കാരനായിട്ട് പോലും അമ്മയ്ക്ക് അച്ഛനടുത്തുള്ള പ്രണയത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. രണ്ടുപേരും ജീവന് തുല്യം പ്രണയിച്ചു. പ്രണയം തറവാട്ടിലിറങ്ങപ്പം തറവാട്ടിന്റെ പേരും പെരുമയും ആ പ്രണയത്തിനൊരു എതിരാകുമെന്ന് അറിഞ്ഞപ്പം അമ്മ ഒന്നും നോക്കിയില്ല. ഇട്ട തുണിയിട്ട് അച്ഛൻ്റെ കൂടെ അമ്മ ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. പട്ടിണിയായാലും പരിവട്ടായാലും സാരമില്ലെന്ന് അച്ഛനോടെ ജീവിച്ചോളാന്ന് അച്ഛനടുത്ത് പറഞ്ഞു. പക്ഷേ പട്ടിണി കിടക്കാണെന്ന് എൻ്റെ അച്ഛൻ സമ്മതിച്ചിട്ടില്ല. അച്ഛൻ്റെ ലോകത്തിലെ രാജകുമാരി എൻ്റെ അമ്മ തന്നെയായിരുന്നു. ഒരിക്കൽ പോലും ആ കണ്ണുനിറ എൻ്റെ അച്ഛൻ സമ്മതിച്ചിട്ടില്ല. അവരുടെ പ്രണയം കണ്ട് എനിക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയടുത്ത്, എൻ്റെ അച്ഛൻ ഒരു മഹാദേവന്റെ ഇതിലാണെന്ന്. അവരെ പ്രണയം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ശിവനും പാർവതിയും. അതുകൊണ്ടാണ് എനിക്ക് മഹേശ്വരനെ അത്ര ഇഷ്ടം. എൻ്റെ അച്ഛൻ്റെ ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട്. അമ്മയുടെ കുടുംബത്തിൽ നിന്ന് ആരുമായിട്ട് ഒരു ബന്ധത്തിനും അമ്മ തയ്യാറായിട്ടില്ല. പക്ഷെ അമ്മയെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന, എപ്പോഴും വിളിക്കുന്ന അമ്മയുടെ ഒരു ബന്ധുവിൻ്റെ മോളെ കല്യാണത്തിന്. ആ കല്യാണം കൊണ്ട് തീർന്നതാ നമ്മുടെ സന്തോഷം, നമ്മുടെ ചിരി എല്ലാം. അന്ന് ആ കല്യാണത്തിന് പോയി എല്ലാവർക്കും ഭയങ്കര ആഘോഷം, സന്തോഷമായിരുന്നു. അച്ഛനായിരുന്നു ഏറ്റവും കൂടുതൽ. കാര്യം അമ്മയുടെ ബന്ധുക്കൾ എല്ലാവരെയും കാണിക്കാമല്ലോ അമ്മ. അന്നുള്ളതിൽ ഏറ്റവും അച്ഛനെ കൊണ്ട് പറ്റുന്നതിൽ ഏറ്റവും വലിയ വില കൂടിയ ഡ്രസ്സുകൾ മോഡേണായിട്ട് അമ്മേനെ കൊണ്ടുപോയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്മ അങ്ങനെ ഒരു രാജകുമാരിനെ പോലെ കൈവെള്ളം കൊണ്ട് നടക്കും പോലെ അച്ഛൻ കൊണ്ടുവരുന്നത് കണ്ടവർക്ക് എല്ലാവരും അസൂയായിരുന്നു. അവളെ തിരഞ്ഞെടുത്ത് തെറ്റായില്ല എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ അച്ഛൻ ക്രിയേറ്റ് ചെയ്യല്ല, ആ വിശ്വാസം ഉറപ്പിക്കുക ചെയ്തു. കല്യാണം കഴിഞ്ഞൊരു ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടില് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ, നമ്മളെ വിളിക്കാത്ത 3 പേര് വന്നു. ആദ്യം വിചാരിച്ച് അമ്മേനെ കാണാൻ അമ്മയടുത്തുള്ള സ്നേഹം കൊണ്ടുവന്നതാണെന്ന്. പക്ഷെ അമ്മയ്ക്ക് അതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അച്ഛന് അമ്മയുടെ സഹോദരൻ വന്നു. അവരെ ബന്ധം വീണ്ടും നന്നാവും. ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, അവരുടെ സ്വപ്ന സമ്പാദത്തിന് വേണ്ടിയില്ല. അമ്മയ്ക്ക് ആരുമില്ലെന്ന് തോന്നലുണ്ട് അവരെ തന്നെ ചിന്തയുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ ഒരു തോന്നലില്ലായിരുന്നു. അച്ഛന് അമ്മേനെ അതിലൂടെ തന്നെ കൂടെ ഒന്ന് സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. അവര് വന്ന് ഒരു പ്രാവശ്യം വന്ന് കാഷ്വലായി സംസാരിച്ചിട്ട് തിരിച്ചു. പക്ഷെ വേറൊരു ദിവസം അവര് വന്നു. അന്ന് പഠിക്കായിരുന്നു ഞാൻ, ഇലക്ട്രോണിക്സ് ആണ് എൻ്റെ സബ്ജക്റ്റ്. പൂർത്തിയായിരുന്നു, എക്സാമും കൂടെ ഉണ്ടായിരുന്നു. വന്ന് കല്യാണം ആലോചിച്ച് എനിക്ക് വേണ്ടി. അവരൊറ്റ മോൻ. കല്യാണത്തിൽ വെച്ച് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടതാണ്. മോൻ ജോലി ചെയ്യുന്നുണ്ട്, നല്ല സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞു. അച്ഛൻ
അമ്മയ്ക്ക് ഒട്ടും താല്പര്യമായിട്ടാണ്, ഒട്ടുമില്ലായിരുന്നു. അമ്മ വേണ്ടെന്ന് തന്നെ പറഞ്ഞു. പിന്നെ അച്ഛന് അമ്മയുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീരുമല്ലെന്നും പറഞ്ഞ് അമ്മേനെ കൊണ്ടത് സമ്മതിപ്പിച്ചു. എന്നും പറഞ്ഞ അമ്മ നിർബന്ധത്തിന് വഴങ്ങിയൊന്നുമല്ല. അച്ഛന്റെ സന്തോഷം ഏതാണ് അത് തന്നെ അമ്മയുടെ സന്തോഷം. അവരെ സന്തോഷമാണ് എന്റെ സന്തോഷം. പക്ഷേ അത് സന്തോഷമായിരുന്നില്ല, ചതിയായിരുന്നു. ആ കല്യാണം നടക്കുന്നത് വരെ, കല്യാണം കഴിഞ്ഞിന്റെ അന്ന് വരെ മാത്രമേ ആ സന്തോഷം നീണ്ടുള്ളൂ. പിറ്റേ ദിവസം തൊട്ട് അന്ന് രാത്രി മുതൽ കണ്ണീരൊഴുകി കൊണ്ടുണ്ടാക്കിയ മെത്തയിലായിരുന്നു എന്റെ ഉറക്കം. വേദനയായിരുന്നു എന്റെ ആഹാരം. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും മാത്രം അറിഞ്ഞിരുന്ന എന്നിൽ വേദനയുടെ രക്തം ഓടിത്തുടങ്ങി അന്ന് മുതൽ. എന്റെ അച്ഛനെ പോലുള്ള, എന്റെ മഹാദേവനെ പോലുള്ള ഒരാളെ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു എനിക്ക് ദൈവം കൊണ്ട് തന്നത് രാക്ഷസനെ പോലുള്ള ഒരാളെ. കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞ് വലതുകാലം വെച്ച് കയറി ആ വീട്ടില് കണ്ണീരൊഴിഞ്ഞിട്ട് സമയമില്ലായിരുന്നു എനിക്ക്. കല്യാണം കഴിഞ്ഞില്ലെന്ന് എല്ലാവർക്കും, എല്ലാ പെൺപിള്ളേർക്കും ആഗ്രഹം കാണും. ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ ഓരോന്ന് പറയണം, എല്ലാ കാര്യവും സംസാരിക്കണം, ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന്. പക്ഷെ എനിക്കുണ്ടായിരുന്നു അയാളുടെ പ്രണയത്തെ, കപടമായ പ്രണയത്തെ വിശ്വസിച്ചുള്ള ആഗ്രഹം. എന്റെ ആ വിശ്വാസങ്ങളെല്ലാം കൊണ്ട് കയറി ചെന്ന മണിയറയിൽ എന്നെ കാത്തിരുന്നത് ഒരു താലി ചേർത്തുകൊണ്ട് ബന്ധിച്ച് നിയന്ത്രിക്കുന്ന എന്റെ ശരീരത്തിന് വേണ്ടി മാത്രമായിരുന്നു അയാൾ ആ താലി എന്റെ കഴുത്തിൽ കെട്ടിയത്. ആ താലി കൊണ്ട് അയാൾ അർത്ഥമാക്കിയത് എന്റെ ശരീരമാണ്, ഒരിക്കലും എന്നെ, എന്റെ മനസ്സിനെ, എന്റെ സ്നേഹത്തെ ആയിരുന്നില്ല. എന്റെ ശരീരത്തെ സ്വന്തമാക്കാനായിട്ടുള്ള ഒരു വസ്തു, അതായിരുന്നു അയാൾക്ക് ആ താലി. വീർപ്പായിരുന്നു അന്ന് മുതൽ ആ വീടിന്റെ പടിയിറങ്ങുന്ന അന്ന് വരെ എന്നോട് തന്നെ, മറ്റുള്ളവരാരോടുമല്ല, എന്നോട്, എന്റെ ശരീരത്തോട്. കണ്ണാടിയിൽ എന്റെ രൂപത്തിൽ ഞാൻ കാണുന്നു ഉറപ്പ് തോന്നിയിട്ടുണ്ട് എനിക്ക്. എന്റെ ശരീരത്തിലെ ഓരോ പാടുകളും, ഓരോ അണുവിലും, ഓരോ മുടിയിലും എനിക്ക് അയാളുടെ വെറുപ്പ കാണാൻ കഴിയും. എനിക്ക് തോന്നിയത് അയാളോടുള്ള വെറുപ്പാണെങ്കിൽ എന്റെ ശരീരത്തിലുള്ള മുറിവുകൾ കാണുമ്പോൾ അയാൾക്ക് തോന്നിയത് ആനന്ദമായിരുന്നു. പേര് പിടിച്ച പട്ടികളെ പോലെയായിരുന്നു അയാൾ എന്റെ ശരീരം പിച്ച് ചീത്താൻ വന്നത്. പാടുകളൊന്നും അയാൾക്ക് വീണ്ടും വീണ്ടും എന്നിരിക്കാം അധികാരം സ്ഥാപിക്കാനുള്ള ഒരു വലിയ കാരണമായിരുന്നു ആ പാട്. അതിൽ അയാളെ കണ്ടുപിടിച്ച സന്തോഷം അതെനിക്ക് പറയാൻ പോലും പറ്റില്ല. ഓരോ മുറിവുകളും മായുമ്പോഴും അതിനെ ഇരട്ടിക്ക് അയാൾ എനിക്ക് ആ മുറിവുകൾ തന്നുണ്ട്. ശരീരത്തിലെ മുറിവുകളെ കാട്ടി എന്റെ മനസ്സിനേറ്റ മുറിവുകൾക്ക്, ആ മുറിവുകൾ എനിക്ക് ഒരിക്കലും മായ്ക്കാൻ കഴിയില്ല. അയാളുടെ വെറുപ്പുകൾ കൂട്ടം മാത്രമേ ചെയ്യുള്ളൂ ആ മുറിവുകൾ. ചിരിച്ചും കളിച്ചും അച്ഛനോടും എന്നോടും വഴക്ക് പറയുന്ന എന്റെ അമ്മയുടെ മുഖം ഒരു
തുള്ളി കണ്ണീര് വിടാൻ സമ്മതിക്കാത്ത എന്റെ അച്ഛന്റെ സരുവിന്റെ മുഖം ഞാൻ കണ്ടു. അന്ന് മുതൽ അയാളുടെ താഴെ എന്റെ കഴുത്തി വീണ അന്ന് മുതൽ കണ്ണീരോട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു കടലിടമ്പുന്ന കണ്ണീര് മാത്രം. സ്വന്തം കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന ഫായോട് കാണിക്കുന്ന ഒരു കെയർ പോലും അയാൾ എന്റെ അടുത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ എന്റെ ശരീരത്തോട് ആഴനിറങ്ങാനുള്ള ഓർത്തിയായിരുന്നു അയാൾക്ക്. അങ്ങനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഏത് പേരിട്ട് വിളിച്ചാലും എന്റെ മുമ്പിൽ അത് ഒരു ചെറിയ മക്കളായിരിക്കും. ഒരു ദിവസം അച്ഛനും അമ്മേനെ കാണാൻ വന്നു. വളരെ സന്തോഷത്തോടെ ഗർഭിണിയായിരിക്കുന്ന കുഞ്ഞു മോളെ കാണാൻ ഒരുപാട് പലഹാരങ്ങളായിട്ട് എന്റെ ആഗ്രഹത്തിനൊത്ത പലഹാരങ്ങളെല്ലാം വാങ്ങി എന്റെ അമ്മയുടെ കൈപ്പുണ്യം വീണ്ടും ഞാൻ ആസ്വദിച്ചാണ്. കുറെ നാളുകൾക്ക് ശേഷം അവസാനമായിട്ട് ആ ഓരോ പലഹാരത്തിലും എന്റെ അമ്മയുടെ അച്ഛന്റെ സ്നേഹം ഉണ്ടായിരുന്നു. ഒപ്പം ചെറിയൊരു കയ്പും അവരെ സങ്കടത്തിന്റെ കയ്പും. അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അച്ഛനമ്മയോട് എൻ്റെ ഒരു കുഞ്ഞു ബാഗ് തന്നു. വളരെ വലുതെന്ന് വളരെ കുഞ്ഞു ബാഗ്. ഞാൻ ഇവിടെ കൊണ്ടുവന്ന ആ ഒരു ബാഗ് അതെന്റെ തന്നിട്ട് പറഞ്ഞു, ഒരു ദിവസം നിനക്ക് ഞങ്ങളുടെ കുഞ്ഞിക്കണ്ണന് വേണ്ടി നീ ഇത് ഇറങ്ങേണ്ടി വരും. അന്ന് നീ എന്തെടുത്തില്ലെങ്കിലും ആരെയും നോക്കിയില്ലെങ്കിലും അച്ഛനും അമ്മയും തന്നെ ഈ സാധനം നീ എടുക്കണം. നിനക്ക് നമ്മുടെ കുഞ്ഞിക്കണ്ണനെ ജീവിക്കാനുള്ളതെല്ലാം ഇതിലുണ്ട്. അതില് ഞങ്ങളുടെ വീടിന്റെ പ്രമാണം, അമ്മയ്ക്ക് ഏതാ കുറച്ച് പാരമ്പര്യ സ്വത്ത്, അവരെ കുറച്ച് സ്വത്ത് പെരയുടെ പണയം വെച്ച പണം എല്ലാം ലോക്കറിലാക്കി ഒരുക്കി അത് എന്റെ സർട്ടിഫിക്കറ്റ് ഇടങ്ങുന്ന ഒരു കുഞ്ഞു വീട്. എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്നെ ഏൽപ്പിച്ചു വേഗം. അന്ന് എന്റെ നെറുകയിലുള്ള ചുമലം തന്നിറങ്ങാമെന്ന് എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്റെ ഭർത്താവ് വളരെ വലിയൊരു സന്തോഷം കൊടുത്തു. ഒരിക്കലും മറക്കാൻ കഴിയാത്ത, മരണത്തിൽ പോലും സഹിക്കാൻ പറ്റാത്ത വിധത്തിലൊരു സന്തോഷം. അവരുടെ ലോകത്ത് അവരെ മുമ്പ് വെച്ച് പട്ടിനെ പോലെ തള്ളി. എന്നിട്ട് നേരെ വേറായിട്ടിരുന്ന അവരെ മോള അവരെ മുമ്പ് വെച്ച് പട്ടീനെ പോലെ തള്ളി. അതും കണ്ട് നിറ കണ്ണോടെ ഇറങ്ങി പോകുന്ന അച്ഛനും അമ്മയും കണ്ട് പിടഞ്ഞില്ല. ആ നിമിഷം ചത്ത് കളഞ്ഞാലാന്ന് തോന്നി. എന്നിട്ട് എന്റെ കുഞ്ഞിന് വേണ്ടി ആ നേരെ കണ്ണോടെ ഇറങ്ങി പോകുന്നവര് എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ബോധം കൊണ്ട് ഞാൻ ഒന്ന് എന്നെ തന്നെ നിയന്ത്രിച്ച്. പക്ഷേ നിലാവിന്റെ ഭംഗിയില് എന്നും ആശ്വാസവും സമാധാനം കണ്ടെത്തിയ ഞാൻ ഇന്നത്തെ പോലെ നിലാവിന്റെ ഭംഗി ആസ്വദിക്കാൻ പോയി നിന്നത്. പക്ഷെ ആ ഭംഗിന് കൊടുക്കം എന്റെ അമ്മയും അച്ഛനെ എന്നെ വിട്ടുപോയെന്നുള്ള വാർത്ത എനിക്ക് കേൾക്കേണ്ടി വന്നു. അവിടെയും തീർന്നില്ല. മോളെ നീ ഓക്കെ അല്ലേടാ? വേണ്ടടാ, പറയണ്ട, നമുക്ക് മോളെ കുറിച്ച് ഒന്നും അറിയണ്ട. ഇവന്റെ അനിയത്തി അത്രമാത്രം മതി. മോളെ പാസ്റ്റ് ഒന്നും അറിയണ്ട, മറന്നേക്കും മോളെ. അന്ന് അച്ഛനും എന്നെ അവസാനമായിട്ട് കാണാൻ പോയപ്പോ എനിക്ക് ലോകം തന്നെ അവസാനിച്ചന്ന് എന്നെ തന്നെ എനിക്ക് നഷ്ടമായി. കുഞ്ഞിനെ വേണ്ടി ജീവിക്കണമെന്നുള്ള ആഗ്രഹം
അവരെ കുഞ്ഞിക്കണ്ണനെ ഞാൻ ജന്മം നൽകണമെന്നത് ദൃഢമായ വാശി. അതുകൊണ്ട് അവരെ മുമ്പിൽ അവസാനമായിട്ട് ജീവനത്തെ ശരീരം പോലെ ഞാൻ അവിടെ ഇരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞ് വീടെത്തി എനിക്ക് ആ വീട്ടിൽ വന്ന് എന്റെ അച്ഛനും അമ്മയുടെ അന്ത്യഗർഭത്തിന് വന്ന ഓരോ വ്യക്തിയെയും ചേർത്ത് ഞാൻ പറഞ്ഞു. അവസാനം എല്ലാം അവസാനിക്കും. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടി. പ്രസവിച്ച് കുഞ്ഞായിട്ട് കിടക്കുന്ന ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് ആശിച്ച് ഒരു നിമിഷം ഒരു വാക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരു നോട്ടം അത് പ്രതീക്ഷിച്ചിരുന്ന എന്റെ മുന്നിൽ അയാള് വന്നിട്ട് പറയാ, ഏവനുണ്ടായതാടിയത് എന്റെ കുടുംബത്തിന്റെ ഒരു ചായക്കുള്ള അതിന് ശരി വെച്ച അയാളുടെ അമ്മ, ആ വീട്ടിലാകെ എന്നോട് സ്നേഹമുള്ള അച്ഛൻ മാത്രം. എന്നെ ഇത്തിരിയെങ്കിലും ആ വീട്ടിൽ മനുഷ്യനായിട്ട് കണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരാളെ, ഒരു വ്യക്തി. അത് ഞാൻ ക്ഷമിച്ചു. എന്ത് ചെയ്യാനാ, കുഞ്ഞിനൊരു അച്ഛൻ വേണമെന്നൊരു ചിന്ത. പക്ഷേ ഇന്നലെ അയാൾ എന്റെ കുഞ്ഞിനെ നേരത്തെ ആ കുപ്പി എറിഞ്ഞപ്പോ പിന്നെ എനിക്ക് തോന്നിയില്ല എന്റെ കുഞ്ഞിനൊരു അച്ഛൻ വേണമെന്ന്. വേണ്ട, അവന് ഞാൻ മാത്രം മതി. ഞാൻ മതി എന്റെ കണ്ണന്, വേറെ ആരും വേണ്ട. അച്ഛനെയോ അച്ഛനോ ആരും വേണ്ട, ഞാൻ മാത്രം. ഈ രാധുവിന്റെ കുഞ്ഞ്. ഞാൻ അവനെ ഉപദ്രവിച്ചോണ്ടപ്പോ കുഞ്ഞ് കരഞ്ഞതുകൊണ്ട് അയാള് കുപ്പിയെടുത്ത് കുഞ്ഞിനെ നേർക്കറിഞ്ഞു. ദൈവത്തിന്റെ എന്റെ അച്ഛന്റെ അമ്മയുടെയും തുണി എന്റെ കുഞ്ഞിന്റെ കൂടെ ഉള്ളതുകൊണ്ട് ചെറിയ പോറലുകൾ മാത്രമേ അവന് പറ്റുള്ളൂ. ആ കാഴ്ച എന്നിലുണ്ടാക്കിയ ധൈര്യം, ആ ധൈര്യം കൊണ്ടാണ് ഞാൻ ഇന്ന് ഭരിക്കുന്നത്. എന്റെ കുഞ്ഞിനെറിഞ്ഞ അതേ കുപ്പിയുണ്ടായ വയറ്റ് ഞാൻ കുത്തി. എന്നിട്ട് ഞാൻ എന്റെ കുഞ്ഞിനെ എന്റെ അച്ഛനമ്മ തന്നെ പേര് കൊടുത്തോണ്ട് ഞാൻ ഇറങ്ങി ഓടിയപ്പോൾ പുറകെ വന്ന്. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയില്ല. പുറത്തിറങ്ങി ഞാൻ ഒരു നിലവിളിയായിട്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നെ കൊണ്ട് പറ്റിയില്ല. എനിക്ക് എന്റെ കുഞ്ഞ് പ്രധാനമായിരുന്നു. ഓടി റോഡിലെത്തി കുറെ വണ്ടികൾ കൈ കാണിച്ച് കുറെ വണ്ടികളെ യാചിച്ച് ആരും നിർത്തിയില്ല. ആരും നിർത്താന്, ലോകം അങ്ങനെയല്ലേ. ഏതെങ്കിലും പെൺകുട്ടിനെ സഹായിക്കാൻ പോലും ഇപ്പൊ ആരും വണ്ടി നിർത്തുന്നു. തെറ്റ് ചെയ്തില്ലെങ്കിൽ അവരെ ശിക്ഷിക്കാനായിട്ട് പെൺകുട്ടികൾ ഒരു കള്ളം പോലും വാക്ക് മതി തങ്ങൾക്ക് നേരെ 1000 ശരങ്ങൾ ഉയരാനെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കും ആരും നിർത്തൂല. അവർക്ക് അവരുടെ ജീവിതം മുഖ്യം, അവരുടെ ജീവൻ മുഖ്യം. എല്ലാ പെൺകുട്ടികളെയും എല്ലാ പെണ്ണുങ്ങളെയും അതുപോലെ കാണുന്ന ലോകം പേടിയാ. ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ ചെന്ന് കണ്ണിൽ നോക്കി നിൽക്കാൻ, അല്ലെങ്കിൽ അവൾക്കൊരു സഹായം ചെയ്ത് കൊടുക്കാൻ. പെട്ടെന്നൊരു അത്യാവശ്യം വന്ന റോഡിൽ ഇറങ്ങി ഒരു പെൺകുട്ടി കൈ കാണിച്ച് ആരും നിർത്തൂലപ്പോ. പ്രേതം ഫ്രണ്ടി വന്ന് നിർത്തുന്ന ഫീലായിപ്പോ ആ പിള്ളേർക്ക്, ആണുങ്ങൾക്ക്. എന്നാ പെണ്ണുങ്ങളെ സഹായിക്കാൻ നിൽക്കത്തുമില്ല. എന്ത് ലോകമായത്! എന്നെ കണ്ട് എത്രയോ സ്ത്രീകൾ വണ്ടി ഓടിച്ചു പോയി. അവർക്ക്
പേടി ഇനി വല്ല കേസാവുമെന്ന്. ആണുങ്ങൾ ആരെങ്കിലും നിർത്തി അവർക്ക് പേടി ഇനി വേറെ എന്തെങ്കിലും കേസാവുമെന്ന്. ഒരു സഹായത്തിന് നമ്മളെ പോലുള്ള പാവം ആരെയാ പിന്നെ നേതാ ആശ്രയിക്കേണ്ടേ? ആരെ ആശ്രയിക്കാൻ പറ്റാത്ത സാഹചര്യം, ആരെ സഹായിക്കാൻ നിൽക്കാത്ത സമയം. ഞാൻ ഒരാളെ കുത്തിയിട്ടാ വന്നത്. അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇപ്പോഴും ജീവനോടുണ്ടോ, ഹോസ്പിറ്റലിലോ, അയാളുടെ നില എന്താണെന്ന് എനിക്കറിയില്ല. ദയവ് ചെയ്ത് നിങ്ങൾ പോലീസിനെ വിളിക്കോ, കേസ് കൊടുക്കോ, ഒന്നും ചെയ്യരുത്. ഞാൻ പൊക്കോളാം എവിടേക്ക്. ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കാനുള്ള കാരണം മാത്രം നിങ്ങൾ എനിക്ക് തരണം. ഏതെങ്കിലും ഒരു വീട് കണ്ടുപിടിച്ച് ഞാൻ അങ്ങോട്ട് മാറിക്കോളാം. നിങ്ങളുടെ നേരെ വിട്ടതുപോലെ ഞാൻ വരില്ല. നിങ്ങളുടെ മുന്നേ പോലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് വരില്ല. പൊക്കോളാം. അവന് വേണ്ടി ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഓടിയത്. അയാളെ ഉപദ്രവിച്ച്, അല്ലാതെ ഒരിക്കലും. പ്ലീസ്, ഞാൻ അമ്മേനെ വിളിച്ചത്, അമ്മേനെ വിളിച്ചത്. പ്ലീസ്, ആ കാര്യം നീ കൊണ്ടെങ്കിൽ നിങ്ങളെ സ്വന്തം മോളായിട്ട് കണ്ടെങ്കിലും പോലീസിനെ വിളിക്കരുത്. പ്ലീസ്. നീ എവിടെ പോവാൻ? നീ എവിടെയും പോണില്ല. നീ അഡ്വക്കേറ്റ് വിഷ്ണുവിന്റെ അനിയത്തിയ. നിന്നെ ഞാൻ എന്റെ അനിയത്തിയായിട്ടാണെന്നും പറഞ്ഞാണ് ഇവിടെ കൊണ്ടുവന്നെങ്കിൽ നീ എന്റെ അനിയത്തിയായിട്ട് തന്നെ ഇവിടെ ജീവിക്കും. ഇതെന്റെ കുഞ്ഞ്, കേട്ടല്ല? ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോവാന്നൊന്നും നീ വിചാരിക്കണ്ട. എന്റെ സമ്മതം കിട്ടിയിട്ട് നീ പോകൂല. എന്റെ സമ്മതം ഇല്ലാതെ നീ പോകൂല. പിന്നെ അവന്റെ കാര്യം അതെന്തരവാണെന്ന് എനിക്കറിയാം. അത് ഞാൻ നോക്കിക്കോളാം. നിന്നെയോ എന്റെ കുഞ്ഞിനെയോ അതിന് ഒരു തരത്തിലും ബാധിക്കാത്ത വിധത്തിൽ എനിക്കറിയാതെ ഇങ്ങനെ തീർക്കണം. അവൻ ചത്താലും ജീവിച്ചാലും നിന്നെ ബാധിക്കുന്ന കാര്യമില്ല. നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ നീയോ അവനായിട്ടുള്ള ബന്ധം തീർന്നു. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഇനി എന്തെങ്കിലും പറഞ്ഞ അവൻ വന്ന പിന്നെ അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല. ആ വിധത്തിലുള്ള പണിയെടുക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് എന്റെ മോള് ഇവിടെ നിന്ന് ഇറങ്ങുന്ന വിധത്തിലൊന്നും ടെൻഷൻ അടിക്കില്ല. പിന്നെ പോലീസ്, ഈ വീട്ടിലുള്ളവരാരും അതിന് മുതിരൂല. കാരണം ഇവരെന്റെ അച്ഛനും അമ്മയാണ്, പിന്നെ എന്റെ ഭാര്യ, പിന്നെ അളിയന്റെ കാര്യം പറയേണ്ട ആവശ്യമേ ഇല്ല. കേട്ടാ? അതുകൊണ്ട് എന്റെ മോള് ആ കണ്ണീരൊക്കെ തുടച്ചിട്ട് മര്യാദയ്ക്ക് ഇരിക്കാൻ നോക്കും. ഇനി എനിക്ക് വേണ്ടത് നീ ആ പറഞ്ഞ പഴയ രാധു ഇല്ലേ, എന്റെ അച്ഛൻ്റെ അമ്മയുടെ രാധു, അതേപോലത്തെ രാധു. ആ രാധുവിനെ എനിക്കിനി കാണേണ്ട. നാളെ മുതൽ, ഇന്ന് നീ സമയം എടുത്തു, നാളെ മുതൽ എന്റെ അനിയത്തിയായിട്ട് നീ ഇവിടെ ജീവിക്കണം. പഴയ ആ മോന്റെ ഭാര്യയായിട്ടല്ല, ഈ വിഷ്ണുവിന്റെ അനിയത്തിയായിട്ട്. കേട്ടല്ല? പറഞ്ഞ മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി അവന്റെ പേരിൽ നീ എടുത്തുള്ളി കണ്ണീരൊഴിക്കുക. നീ എന്റേന്ന് വാങ്ങുവാടി. ഞാൻ ടെൻഷൻ അടിച്ചു പോയി. അപ്പോഴാണ് പോലീസിൽ കേസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞോണ്ട് വന്നത്. ഇവിടെ ഞാൻ ഉയരെരിഞ്ഞിരിക്കുന്നു. എന്തിന്? ആ പുന്നാര പേടമ ഇത്രയും നാൾ ഇവിടെ ഉപദ്രവിച്ചതിന് തിരിച്ചു കൊടുത്തേന്. അല്ല, ഞാൻ വിചാരിച്ച അവനൊന്നും കൊടുക്കാതെ ഇനി പോന്നെന്ന്. ഞാൻ പേടിച്ചു പോയില്ലേ. ഇവളൊന്ന് കൊടുത്തെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണ. എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അവളൊരു അടി അടിച്ചാൽ എനിക്ക് ഇത്രയും സന്തോഷം കിട്ടൂലായിരുന്നു. എന്ത് സന്തോഷം ഇപ്പൊ. എന്താ എന്റെ പൊന്നു മോളെ രാധു, നീ പോയിച്ചിട്ട് നീ മുത്താണ് എന്റെ. കുഞ്ഞു വന്നു. നമ്മളൊരു കാര്യം ചെയ്യും, കൊണ്ടുപോയി ഞാൻ പാലോട് വിശക്കുന്നതായിരിക്കും. കുറച്ചേരം ഉറങ്ങിയില്ലേ, ചെല്ലേ പാലെടുത്തിട്ട് വാ. താനെന്താണോ ഒന്നും ഉണ്ടായിരിക്കുന്നത്?
അച്ഛനും ആ കൊച്ചിന്റെ കഥ പറഞ്ഞപ്പോ സഹിക്കുന്നില്ല ഏട്ടാ. ആ അച്ഛനും എത്ര സ്നേഹത്തോടെ ആ കൊച്ചിനെ വളർത്തി. എന്തുകൊണ്ടാ ഈശ്വരന്മാര് ചിലപ്പോൾ ചിലരുടെ ഇത്രയും ക്രൂരത കാണിക്കുന്നത്? കഷ്ടം. എനിക്കൊന്ന് ആലോചിക്കാൻ വയ്യ. ആ സ്ഥാനത്ത് നമ്മൾ ആദ്യനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേട്ടാ. ഇങ്ങനെ ഒരവസ്ഥ നമ്മളെ നോക്ക് വന്നിരുന്നെങ്കില് നമ്മൾ എന്ത് ചെയ്തത്? ഇച്ചു, നമുക്ക് വേണ്ടത് ഡിവോഴ്സും നമ്മുടെ കുഞ്ഞിന്റെ കസ്റ്റഡിയാണ്. അല്ലാതെ അവൻ്റെ ഒരു ചില്ലി പൈസ നമുക്ക് അവൻ്റെ വേണ്ട. ഇനി പട്ടിണി കിടന്നാലും ശരി, അവൻ്റെ ഉള്ള പൈസ കൊടുത്ത് നമ്മുടെ കുഞ്ഞിനെ വളർത്തണ്ട. എന്തായാലും ആ കുഞ്ഞിനെ നോക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നീ അതിനുള്ളൊരു കാര്യങ്ങൾ നോക്കുക. ഒപ്പം അവന് വേണ്ടത് എന്തെന്ന് വെച്ചാൽ അങ്ങ് വാങ്ങിക്കൊടുത്തേക്കാം. അങ്ങനെ അവനെ വെറുതെ വിടുന്ന ശരിയില്ലല്ലോ നമ്മളെ കൊച്ചിനെ തൊട്ടിട്ട്. മോനെ വിച്ചു, ഇതിന് വേണ്ടി നീ ഏതറ്റം വരെ പോയാലും ഈ അമ്മ നിന്റെ ഒപ്പം ഉണ്ട്. എത്ര രൂപ ചിലവായാലും വേണ്ടൂല. അവന് കിട്ടേണ്ട ശിക്ഷ നീ വാങ്ങിക്കൊടുത്തിരിക്കണം. കേട്ടത്? അത് ഞാൻ വാങ്ങിച്ചോളാം അച്ഛാ. അതിനൊക്കെ വേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ഇതിനൊന്നിലും മോളെയും കൊച്ചിനെ ഉൾപ്പെടുത്തരുത്. അവർക്കത് ഒരു പ്രശ്നമാവരുത്. അതിന് വേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. എന്തായാലും ഉടനെ തന്നെ അതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തിക്കോളാം. വേണ്ട ഏട്ടാ, ഒന്നിനും പോണ്ട. നിങ്ങളെ മനസ്സമാധാനം കൊടുക്കണം ഏട്ടാ. പ്ലീസ്, ഞാൻ പറയണം, ഒന്ന് മനസ്സിലാക്ക്. വരാതും താനൊന്നും മിണ്ടായിരുന്നാണ്. ഇവന്മാരെയൊക്കെ ഇങ്ങനെ വെറുതെ നമ്മളാ സമൂഹത്തിൽ ജീവിക്കാൻ വിട്ടാലേ നാളെ അടുത്ത ഗതി വേറെ ഇങ്ങനെ പെങ്കൊച്ചുങ്ങൾ കഴിയും. സോ വിച്ച് പറഞ്ഞാണ് കറക്റ്റ്. അവന് കൊടുക്കാനുള്ളത് ഏത് വിദ്യനെ ഏതറ്റം വരെയും പോയി വാങ്ങി കൊടുക്കണം. അപ്പൊ എല്ലാരും പഴയ കാര്യങ്ങൾ വിട്ട് ഇനി പുതിയ കാര്യമാക്കാം. അപ്പൊ ഇന്ന് മുതൽ ഇത് എന്റെ അനിയത്തി രാധിക രാഘവൻ, ഈ അഡ്വക്കേറ്റ് വിഷ്ണുവിന്റെ അനിയത്തി. കേട്ടല്ല? പാസ്റ്റ് മറന്നു കഴിഞ്ഞ് മറക്കണം. അതാണ് എന്റെ വിച്ച് പറഞ്ഞാണ് ശരി. നീ തെറ്റ് ചെയ്തെങ്കിലല്ലേ നമ്മൾ പോലീസിനെ അറിയിക്കേണ്ട ആവശ്യമുള്ളൂ. അതിന്റെ ഒരാവശ്യമില്ല. നീ ചെയ്തത് ശരിയാണ്. നീ ഒരു അമ്മയാണ്. നീ നിന്റെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മൊത്തം ഉത്തരവാദിത്വം നിനക്കുണ്ട്. സോ നീ ചെയ്തത് തെറ്റല്ല. കേട്ടല്ല? അവൻ പറഞ്ഞ നിനക്ക് ഇതെല്ലാം മറന്ന്, നീ നേരത്തെ മോള് പറഞ്ഞില്ലേ, അതേപോലെ എല്ലാം മറന്നിട്ട് പുതിയ ലൈഫ് നമ്മളെ കൂടെ നിന്റെ അമ്മയുടെ അച്ഛനെയും ചേട്ടന്റെ ഒരു ഭ്രാന്തന്റെ ഒരു ഭ്രാന്തിയുടെയും കൂടെ. ജന്മം കൊണ്ട് മോളെ അച്ഛനാവാൻ എന്നെ കൊണ്ട് സാധിക്കില്ലായിരിക്കും. പക്ഷെ കർമ്മം കൊണ്ട് നിന്റെ അച്ഛനാവാൻ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റും. എനിക്ക് 2 മക്കളാ, ഈ നിൽക്കുന്ന 2. പക്ഷെ ഒരാൾക്ക് ചിന്തിക്കാനുള്ള പ്രായമായപ്പോ അവളായിട്ട് എനിക്കൊരു വിലപ്പെട്ട സമ്മാനം കൊണ്ടു തന്നു. മറ്റൊരു മോനെ ഇതായി നിൽക്കുന്നത് ഞങ്ങളുടെ വിച്ചുവിന്. പൊന്നു പോലെ തന്നെയാണ് അവൻ നമ്മളെ നോക്കുന്നത്. അവനെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അവന്റെ സ്വന്തം അച്ഛനെ പോലെ നമ്മളെ കാണുന്ന അച്ഛനമ്മേനെയും പോലെ. അതിന്റെ സന്തോഷം എപ്പോഴും എനിക്കുണ്ട്. ഇന്ന് അവൻ കൊണ്ടുവന്ന് നിന്നെ തന്നു. നീ ഞങ്ങളെ മോളാണ്. അവന്റെ സഹോദരിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളെ മോള് തന്നെയാണ്. നിന്നെപ്പോലൊരു മോളെ ഞങ്ങൾക്ക് കിട്ടിയാലും ഞങ്ങൾക്ക് പ്രൗഡ് മാത്രമേ ഉള്ളൂ. കാരണം നീ കറക്റ്റ് സമയത്ത് നിന്റെ കുഞ്ഞിന് വേണ്ടി നീ നല്ലൊരു നിലപാടെടുത്തു. അങ്ങനൊരു നിലപാടെടുത്തില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും അവിടെ കിടന്ന് തോറ്റുപോയത്. അതുകൊണ്ട് നിന്നെ കൊണ്ട് പറ്റും. നിനക്കും പുതിയൊരു ജീവിതം കൊടുക്കാൻ, നിന്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ച ജീവിതം നിനക്ക് സമ്മാനിക്കാനൊക്കെ നിന്നെ കൊണ്ട് പറ്റും. നിന്റെ കുഞ്ഞിന് അതിലും നല്ലൊരു ജീവിതം കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റും.
യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട് ബിക്കോസ് യു ആർ സ്ട്രോങ്. ഈ ഡയലോഗ് വേറൊരാൾക്ക് അടിച്ചതാണ് എന്നാലും ഇരിക്കട്ടെ, ആള് മറന്നു കാണൂല. അല്ലേടി മോളെ ആദി, നീ മറന്നാ അത്? ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. അതോടൊപ്പം ഞാൻ മറ്റുള്ള സ്മരിക്കുന്നുണ്ട്. അവളത് മറന്നാലും ഞാൻ മറക്കൂല അച്ഛാ. അന്ന് നേരെ ആദ്യയുടെ മുഖമൊക്കെ ഒന്ന് കാണുമായിരുന്നു. ഇപ്പൊ പൊട്ടും പിന്നെ പൊട്ടും നാളെ പൊട്ടും കണക്കെട്ട് അങ്ങനെയിരുന്നു. അമ്മ ഇവന് വേണമെങ്കിൽ കൊണ്ടുപോക്കോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കൊല്ലും. എപ്പോ തൊട്ടെന്ന് കളിയാകുന്ന രാവിലെ തൊട്ട് തുടങ്ങി. ഓ ഇതിനെ രണ്ടിനെ എനിക്ക് അതോർത്തേ മക്കളെ നിന്റെ കാര്യത്തിൽ സങ്കടമുള്ള ഇതിനെയൊക്കെ നീ സഹിക്കണ്ടേ? ഇതിനേക്കാ കരഞ്ഞറിഞ്ഞ് മുഖം ഇരിക്കുന്ന കണ്ടില്ലേ? പോയി മുഖം കഴിയിട്ട് പോയി കിടന്ന് ഉറങ്ങും വെച്ചാൽ കുറച്ചു നേരം പോയി കിടന്നു വെച്ചാല്. ഞാൻ അടുക്കളയിലോട്ട് ഇല്ലട്ടെ, ഒരു വക ആയിട്ടില്ല. ഉച്ചയ്ക്ക് ഇനി എന്തെങ്കിലും കഴിക്കാന്നാ എന്തോ. കൊച്ചിനെ കൂടെ എടുത്ത് അല്ലെങ്കിൽ വേണ്ട, ഇവരെല്ലാരും കൂടെ ഇരിക്കില്ലേ, അവര് നോക്കിക്കോളും. വേറെ ഒരു ജോലി ഇല്ലല്ലോ, അതെങ്കിലും ചെയ്യട്ടെ. ആ കൊച്ചിനെ നോക്കൂ, കരയിപ്പിക്കാതെ. ശരി. പിന്നെ മോളെ അല്ലേ നമ്മള് നോക്കിക്കോളാം കൊച്ചിനെ. പോയി കിടന്ന് ഒരു ഉറക്കം ഉറങ്ങിയിട്ടൊക്കെ എണീറ്റ് വാ. ഞാൻ പോവാം. പിന്നെ എല്ലാരോടും നന്ദിയുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ നന്ദിയുണ്ടെന്ന് എനിക്ക് അറിയൂല, പറയാൻ മാത്രമേ എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ. കുറെ നാളത്തെ ശേഷം ഞാനൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ എങ്ങനെ കുറെ വികാരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി കുറച്ച് വ്യക്തികൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ. താങ്ക് യു. മോളൊരു കാര്യം ചെയ്യാം, നന്ദി എല്ലാം കൂടെ ഒരു കുട്ടയിലാക്കി വെച്ചേരേട്ടാ, നമുക്ക് വിശക്കമ്മ തിന്നാം. പോയി കിടന്ന് ഉറങ്ങും വെച്ചേ, ഓരോന്ന് പറഞ്ഞോണ്ട് വന്നേക്കുന്നു. നന്ദി പോലും. അമ്മക്കിന്ന് കൊച്ചും രാധവും വന്ന സന്തോഷത്തിൽ പുറത്തുനിന്ന് വല്ലതും ഓർഡർ ചെയ്താമല്ലോ, നല്ല രസമായിരിക്കും. അത് നല്ലൊരിതാണ്. നമുക്ക് എന്തെങ്കിലും ഗെയിമും കൂടെ കളിക്കാം. അപ്പം പൊളിക്കും. എൻ്റെ രാധ കൊച്ചു ഒന്ന് നോക്കിയാവും. അത് മതിയിടോ. ഇങ്ങോട്ടോ, അമ്മ കൊച്ചിനെ കളിപ്പിക്കും. ഈ രണ്ട് മുടിക്ക് രണ്ടുകൾ വളർന്നതിന് ശേഷം പിന്നെ നമുക്ക് കൊച്ചുങ്ങളെ താലോലിപ്പിക്കാൻ പറ്റിയിട്ടില്ല. നീ വാ, നമുക്ക് കൊച്ചിനെ കളിപ്പിക്കാം. വാ, നീ വാ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. എന്റെ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് സമ്മതിച്ചു. ബാബാ. നിങ്ങളെല്ലാവരും കൂടെ കൊച്ചിനെ കളിപ്പിച്ചിട്ട് എന്നെ രവിയേട്ടൻ വിളിച്ചിരുന്നു. വണ്ടിക്ക് എന്തോ മിസ്സിങ് ഉണ്ടെന്ന്. അപ്പോൾ ഒന്ന് പോയി നോക്കി വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ടൊക്കെ വരുമ്പോൾ ഫുഡും വാങ്ങിക്കൊണ്ട് വരാം. വൈകൂല, പെട്ടെന്ന് വരാം. അപ്പം പോയിട്ട് കേട്ടെ. കൊച്ചേ, ആ കൊച്ചിനെ കരയിപ്പിക്കാതെ കയറിപ്പൊടി. കൊച്ചിനെ കരയിപ്പിക്കാൻ കയറിയിരിക്കുന്നോളൂ. എന്നാ പിന്നെ നീ പോയിട്ട് വാ, അധികം താമസിക്കല്ലേ, നേരത്തെ വരാൻ നോക്ക്. ഞാൻ ഇവിടെ ഒന്നും വെച്ചിട്ടില്ലെന്നറിയാലോ, ഒരുത്തേക്ക് ഇപ്പം തുടങ്ങും വിശപ്പ്. ഞാൻ ദാ വരണമ്മ. ഒന്ന് പോയി വർക്ക്ഷോപ്പിൽ പോയി ഒന്ന് കാണിച്ചിട്ട് വിട്ട് എന്തിനാണെന്ന്. രാമേട്ടൻ കുറച്ച് ദിവസമായിട്ട് പറയായിരുന്നു, ഞാൻ അത് മൈൻഡ് ആയിരിക്കുന്നു. ഇന്നിപ്പം വിളിച്ചിട്ട് വാടാന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോയി കാണിച്ചിട്ട് വരാം. അതെ, ഇനി ഞാനും ഒന്ന് റൂമിലോട്ട് പോവേണേ. ഞാൻ ഇന്ന് രാവിലെ എടുത്തിരുന്ന ഫയലൊന്നും നോക്കിയില്ല. അതൊന്ന് നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. 2 ദിവസം കഴിഞ്ഞ് ഹിയറിംഗ് ഉള്ളതാണ്. നീ ഇവിടെ നിന്ന് കൂവി വിളിക്കാനൊന്നും നിൽക്കല്ലേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കയറി വന്നു കഴിഞ്ഞാൽ അവിടെ കാണും, കേട്ടല്ല. ചുമ്മാ ഇവിടെ കിടന്ന് കൂവി വിളിക്കില്ലെങ്കിൽ നിന്നെ നോക്കിയായിരുന്നു. നീ പോടാ വിച്ചു, എനിക്ക് നിന്നെ ആവശ്യമില്ല. ഓ, നീ എന്റെ കൊച്ചിനെ കിട്ടി, നീ എന്റെ കൊച്ചിനെ നോക്കിക്കൊണ്ടിരുന്നാ. നിന്നെ വിളിക്കാൻ ഞാൻ വരണില്ല. നീ എന്നെ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കൂടാ. ചെല്ലി പോയത് ആ ബുക്കിന്റെ വണ്ടി എഴുതി ചെല്ലി. ആദ്യം നീ എന്നെ വാങ്ങാൻ കേട്ടോ. അതിന്റെ അടുത്ത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ വെച്ചാൽ അവൻ അങ്ങനെ വിളിക്കരുതെന്ന്. എടാ പോടാ, വേറെ വിളിക്കുന്നത് പോരാ. പെണ്ണെ, ഇനി നീ അങ്ങനെ വിളി. നിന്റെ ചതിക്ക് ചട്ടം വെച്ച് പഠിപ്പിച്ചിരുന്നു നോക്കൂ അവളെ. എടാ അതെ, ഞാൻ എന്റെ ഭർത്താവിനെ എന്തിനു വിളിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം കേട്ടാ. അല്ല അമ്മ ഏതാ അവിടെ എന്താ വന്നേക്കുന്നു മധ്യസ്ഥത പറയാനായിട്ട്. ഇതേ പെണ്ണെ, നിന്റെ ഭർത്താവ് വന്നതിന് മുമ്പേ അവൻ എന്റെ മോനായിരുന്നു.
എന്റെ കൊച്ചിനെ മയക്കി എടുത്തതും പോരാ, അവളിരുന്ന് കാത്താളം വിടുന്നു. ഇനി നിന്റെ വായിന്ന് അവനെ എടാ പോടാന്നാണ് വിളിക്കണ, വിളിയാക്കട്ടെ ഞാൻ, നിന്റെ നാക്കിയായിരിക്കും ഞാൻ. പിന്നെ അരി അങ്ങോട്ടോ ഇപ്പൊ നിന്നേരം. അച്ഛന്റെ കണ്ണന്മാരാ, നമുക്ക് പോവാം. ഇവരിവിടെ കിടന്ന് അടി ഉണ്ടാക്കട്ടെ. എന്റെ പൊന്നു മോൻ ഇവരെ കണ്ടൊന്നും പഠിക്കില്ലേടാ. അച്ഛനെ പോലെ വളർന്ന അതേ വാങ്ങും പോവാം. അയ്യോ അച്ഛൻ, ഞാൻ വരണു, കണ്ണനെ കൊണ്ട് പോവല്ലേ. പോ അമ്മ, എനിക്ക് അമ്മയെ കാണുന്നു. ഒന്ന് പൊടി ഓടുന്നു അവള്, ഞാൻ കാണാൻ പോലും. എന്താട്ടാ കുഞ്ഞ് കരയണ ചില ഞാൻ കേട്ടില്ല, അടച്ചിരുന്നോണ്ടായിരിക്കും. അങ്ങനെയൊന്നുമില്ലടോ. കുഞ്ഞെന്തോ അച്ഛനും അമ്മയുടെ അടുത്ത് ഇരുന്ന് കളിക്കുന്നു. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നു. അപ്പം ഇതുവഴി പാസ് ചെയ്ത് പോയപ്പോഴാണ് ഒരു കാര്യം ഓർത്ത്, തനിക്ക് ഞാനൊരു ഉപദേശം തന്നില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ അധികം അങ്ങോട്ട് ഇടപെട്ടുള്ള ശീലമില്ല. എന്നാൽ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ അതിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അതിനുള്ളത് ഞാനും ആദ്യം കൂടെ തല്ലുകൂടി തീർക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വന്നത്, തനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്താ തൊട്ടപ്പുറത്തെ റൂമിൽ ഞാനുണ്ട്. എന്തിനും ഏതിനും എന്നെ വിളിക്കാം. എപ്പോഴും കാണൂല, എന്നാലും ഓട്ടമില്ലാത്തപ്പോൾ ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും, എവിടെയും പോകില്ല. പിന്നെ വല്ലപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകും. പിന്നെ എന്താണ്, എൻ്റെ നമ്പർ അത് ആദ്യം അടുത്ത് ചോദിച്ചാൽ മതി, അവള് തരും. അപ്പം ശരിയെന്നാ, ബൈ. ശരി ഏട്ടാ, ഞാൻ പറയാം. അയ്യേ, എൻ്റെ ഏട്ടാന്നൊന്നും വിളിക്കണ്ട. എന്നെന്തോ ഈ ഓവർ എക്സ്പെക്ട് ചെയ്ത് വിളിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല. ആ താഴെയിരിക്കുന്ന കുട്ടിടയ്ക്ക് എനിക്കങ്ങനെ റെസ്പെക്ട് ചെയ്തൊന്നും വിളിക്കാത്തതുകൊണ്ടായിരിക്കും എനിക്കത് ഇഷ്ടമല്ല. ഞാൻ എൻ്റെ പേര് വിളിച്ചു. അപ്പം ശരിയാണ്. അപ്പം നാളെ മുതൽ ഹാപ്പി ഗേളായിട്ട് വരാൻ തയ്യാറായിക്കോളൂ പുത്രി. അപ്പോൾ ബൈ, ഞാൻ പോകുന്നു.